തൃശൂർ പാലപ്പള്ളി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പാലപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. 8-ലധികം വരുന്ന കാട്ടാനക്കൂട്ടം എല്ലാ ദിവസവും രാത്രി ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിവരങ്ങളുമായി മനോജ് ഇരുന്നുണ്ട്. മനോജ്, കുട്ടിയാനകൾ ഉൾപ്പെടെയുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് ആ പ്രദേശത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷി മേഖലയ്ക്കൊന്നും വലിയ നാശമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അവിടെ വന്ന് തമ്പടിക്കുന്നത് ഒരൽപ്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടാനക്കൂട്ടം അതും ജനവാസ മേഖലയിൽ എല്ലാ ദിവസവും രാത്രി വന്ന് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ എന്താണ് പറയുന്നത്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? തന്നെയാണ് ദിവസവും ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ തമ്പടിക്കുന്നു. ഈ പാലപ്പള്ളി മേഖലയിലെ ഈ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെയും ഈ ആ കാട്ടാനക്കൂട്ടം ഈ റബ്ബർ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ 3 കൂട്ടമായാണ് ഈ ജനവാസ മേഖലയിൽ ഇന്ന് ആന ഇറങ്ങിയിട്ടുള്ളത്. ഒരു കൂട്ടത്തിൽ ഏകദേശം 10ഓളം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് തന്നെ ദിവസവും ഈ ആനകൾ റോഡ് മുറിച്ച് കടക്കുന്നതും അതോടൊപ്പം തന്നെ ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിലയുറപ്പിക്കുന്നതുമൊക്കെ അവിടെയുള്ള നാട്ടുകാർക്കും ഭീതി ഉളവാക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ജോലിക്ക് വേണ്ടി പുറത്ത് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ പോലും ഈ മേഖലയിലുള്ള ജനങ്ങൾ ഒന്നിച്ചുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി സന്ദേശം കൈമാറിയാണ് യാത്ര ചെയ്യുന്നത് പോലും. കാരണം ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെയും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വീടുൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു മേഖല കൂടിയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയപ്പോൾ വനപാലകരെത്തി തുരത്തിയിരുന്നു. ഇന്നും വനപാലകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ഈ ആനക്കൂട്ടത്തെ തുരത്തിയത്. നിരന്തരം ഇത്തരത്തിൽ ആനക്കൂട്ടം ഈ റോഡിലും റബ്ബർ എസ്റ്റേറ്റിലും ഇറങ്ങുന്നത് അവിടെയുള്ള നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫെൻസിംഗ് ലൈനൊക്കെ തകർത്ത സ്ഥിതിയിലാണ് റോഡിന് ഇരുവശവുമുള്ള. എന്തായാലും ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ഭീതിയാണ് പാലപ്പള്ളിയിലെ ജനങ്ങളാകെ. മനോജാണ് വിവരങ്ങൾ നൽകിയത്.